മനസ്സിലാവും ഞങ്ങൾ കൊണ്ടവരാണോ കൊടുത്തവരാണോ എന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാവൽക്കാരും കൊള്ളക്കാരും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടത് ചെയ്തില്ല? ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്തിനകത്ത് ഒതുങ്ങി വർത്തമാനം പറയണം. നിങ്ങൾ നീതി മേടിച്ചു കൊടുത്തോ? എന്ത് വികസനമാണ് 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്? 5 മിനിറ്റിനകത്ത് എന്തൊക്കെ പറയണം? ഇതിന് മറുപടി പറയും. പ്രതി ആരാണ്? ഒന്ന് കേൾക്കൂ ശ്രീകുമാർ. അങ്ങനെ ഒരു രംഗം ഒഴിവാക്കലാണ് നമുക്ക് നല്ലത്. നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നിരവധിയുണ്ട്. ഞാൻ പറയുമ്പോ എനിക്ക് പറയാനുള്ള അവസരത്തെ ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. ഈ കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് ബസ് കയറി എത്തണമെങ്കിൽ എത്ര സമയമെടുക്കും? സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും TCVയുടെ പോരാട്ടത്തിലേക്ക്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ TCVയുടെ പോരാട്ടം ഇപ്പോൾ കുന്നംകുളത്തിന്റെ ഹൃദയഭൂമിയിൽ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിധിയിൽപ്പെടുന്ന, നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ പരിധിയിൽ വരുന്നത്: കുന്നംകുളവും വടക്കാഞ്ചേരിയും ചേലക്കരയും. ആലത്തൂർ ലോക്സഭയിൽ ആര് MP ആയി ലോക്സഭയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രതിനിധികൾക്കും വലിയ പങ്കുണ്ട്. ഇതിൽ 2 മണ്ഡലങ്ങൾ LDF പ്രതിനിധികൾ നിയമസഭയിലെത്തിയപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും UDF പ്രതിനിധിയാണ് എത്തിയത്. എന്തായാലും നമുക്ക് പോരാട്ട വേദിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് നോക്കാം. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് CPM ഏരിയ സെക്രട്ടറി ശ്രീ സത്യൻ, BJP ഉൾപ്പെടുന്ന NDA പ്രതിനിധീകരിച്ചുകൊണ്ട് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ, UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി കൂടിയായ DCC സെക്രട്ടറി കൂടിയായ CC ശ്രീകുമാർ എന്നിവരാണ്. നമുക്ക് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. തുടർന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിനിധികളായി എത്തിച്ചേർന്നുള്ള നിരവധി പേർ ഇവിടെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളുടെ ആ മറുപടി തന്നെ ഇവരിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും നമുക്കറിയാം 3 സ്ഥാനാർത്ഥികൾ, പ്രമുഖ കക്ഷികളുടെ 3 സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണിക്ക് വേണ്ടി നേരത്തെ 2 തവണ MP ആയിട്ടുള്ള PK ബിജു, UDFന് വേണ്ടി രമ്യ ഹരിദാസ്, BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി BDJസിൻ്റെ പ്രതിനിധി TV ബാബു എന്നിവരാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഈ 3 കക്ഷികളുടെ പ്രതിനിധികളുടെ പ്രതിനിധികളായി എത്തിച്ചേർന്നുള്ള സത്യനും അനീഷ് കുമാറിനും ശ്രീകുമാറിനും എന്താണ് വോട്ടർമാരോട്, ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് അതോടൊപ്പം 5 മിനിറ്റ് വീതം സമയമെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ചും പാർട്ടിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചുമെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് വെക്കാനുള്ളതെന്ന് 5 മിനിറ്റ് വീതം സമയമെടുത്തുകൊണ്ട് തുടങ്ങാം. നമുക്ക് ആദ്യം ഇടതുമുന്നണി പ്രതിനിധി ശ്രീ സത്യൻ തന്നെ സംസാരിക്കും. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് കേരളത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സ്വഭാവത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ പുറത്താക്കുക, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുക, മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കുക എന്നീ 3 മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 3 മുദ്രാവാക്യങ്ങൾ ഓരോ സംസ്ഥാനത്തും അതത് സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഉതകുന്ന തരത്തിൽ
സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെട്ട വിവിധ മുന്നണികളുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഈ മത്സരത്തിൽ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഡോക്ടർ PK ബിജുവാണ്. 2009-ലും 2014-ലും ലോകസഭാംഗം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഏറ്റവും കൂടുതൽ തവണ പാർലമെൻറ്റിലെ ചർച്ചകളിൽ പങ്കെടുക്കുകയും 86% കൂടുതൽ ഹാജരുണ്ടാകുകയും ചെയ്തിട്ടുള്ള പാർലമെൻറ്റിനകത്തെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് സംസ്ഥാന ശരാശരിയേക്കാൾ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലായി പാർലമെൻറ്റ് പ്രവർത്തനങ്ങളെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തുമായിട്ടാണ് ഡോക്ടർ PK ബിജു 3ാം തവണ മത്സരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർലമെൻറ്റിന് പുറത്ത് 2009-ഉം 2014-ഉം ഈ 2 തെരഞ്ഞെടുപ്പുകളിലായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന 2ാം UPA സർക്കാരിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ജനവിരുദ്ധവും രാജ്യവിരുദ്ധവുമായ ഭരണ നടപടികൾക്കെതിരായി നവലിബറൽ നയങ്ങൾക്കെതിരായി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും കർഷകരെയും അണിനിരത്തി ഉജ്ജ്വലമായ പ്രക്ഷോഭണങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പാർലമെൻറ്റേതര പ്രവർത്തനം കൂടി ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടാണ് ബിജു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് തൻ്റെ മുടങ്ങിപ്പോയ പഠനം രസതന്ത്ര ശാസ്ത്രത്തിലെ പോളിമർ കെമിസ്ട്രിയിൽ MSc കഴിഞ്ഞ് ഗവേഷണ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയെങ്കിലും 2014-നും 2019-നും ഇടയിലുള്ള ഈ 5 വർഷക്കാലത്തിനകത്താണ് ഒരു മുഴുവൻ സമയ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനവും രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിലുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൻ്റെ രസതന്ത്ര ശാസ്ത്രത്തിലെ ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം പാർലമെൻ്ററി പ്രവർത്തനത്തിനോടൊപ്പം തൻ്റെ പഠന പ്രവർത്തനങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തിക്കൊണ്ട് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിലെ സമസ്ത മേഖലയിലുമുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അനുവദിക്കപ്പെട്ട MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൻ്റെ 104% ഈ മണ്ഡലത്തിനകത്ത് വിജയകരമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്. ശരി, NDA പ്രതിനിധി അനീഷ് കുമാർ 5 മിനിറ്റ് സമയമെടുത്തു ചുരുക്കി. ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രത്യേകതയോടു കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കാണുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാവൽക്കാരും കൊള്ളക്കാരും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് അദ്ദേഹം സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ 16 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യത്ത് രജിസ്റ്റർ ചെയ്ത 1200-ലധികം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് അണിനിരക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒന്ന് മോദിയെ അനുകൂലിക്കുന്ന ചേരി, മറ്റൊന്ന് മോദിജിയെ എതിർക്കുന്ന ചേരി. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അഴിമതിക്കെതിരായി, ദാരിദ്ര്യത്തിനെതിരായി, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, തൊഴിലില്ലായ്മയ്ക്കെതിരായി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കാവൽക്കാരുടെ പോരാട്ടം നടക്കുമ്പോൾ നരേന്ദ്രമോദിജിയെ താഴെ ഇറക്കുക എന്ന കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും ഈ രാജ്യത്തിൻ്റെ ഖജനാവ് കട്ടുപിടിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാലത്തും ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകരണത്തോടു കൂടി ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ അഴിമതി പാർട്ടികളും ഒരുമിച്ച് ചേരുന്ന സഖ്യം, അത് മമതാ ബാനർജി ആണെങ്കിലും മായാവതി ആണെങ്കിലും അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന ലല്ലു പ്രസാദ് യാദവ് ആണെങ്കിലും SP ആണെങ്കിലും NCP ആണെങ്കിലും DMK ആണെങ്കിലും ഈ സഖ്യത്തിലെ കക്ഷികളെല്ലാം തന്നെ അഴിമതി കേസുകളിൽ കോടതിയിൽ കേസുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാവൽക്കാരും കൊള്ളക്കാരും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് സൂചിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും പരസ്പരം മത്സരിക്കുമ്പോൾ കേരളത്തിലെ 4 അതിർത്തികളിൽ
കന്യാകുമാരിയിലും അതുപോലെ മംഗലാപുരത്തും കോയമ്പത്തൂരും മാഹിയിലും ഈ 2 പാർട്ടികളും സഖ്യമായി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നതിന് സഖ്യമായിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇതിലൊന്നും തന്നെ ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. 2014 തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണോ BJPക്കും NDAക്കും ലഭിച്ചത് അതിൽ കൂടുതൽ സീറ്റുകളുമായി 2019 തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മത്സരിക്കാൻ സ്വന്തമായി ഒരു ചിഹ്നമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 2014 കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ഒരു സുരക്ഷിത മണ്ഡലം ഉണ്ടായിരുന്നുവെങ്കിൽ 2019 കോൺഗ്രസിന് മത്സരിക്കാൻ ഒരു സുരക്ഷിത മണ്ഡലം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിലെ കന്നി പ്രസംഗത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു 2019 എന്റെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടായിരിക്കും ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി തലയുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ വെല്ലുവിളി ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന രാജ്യമായിരുന്നു 2014 മുമ്പിൽ ഭാരതമെങ്കിൽ ഇന്ന് അഴിമതി രഹിത രാജ്യമായി ഈ ഭാരതത്തെ മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. അതുപോലെ വിദേശ രാഷ്ട്രങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത് വിപുലപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബലാക്കോട്ടിൽ ഭാരതത്തിന് വ്യോമസേന ആക്രമണം നടത്തിയ സമയത്ത് ലോകരാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിന് ലഭിച്ച പിന്തുണ. ഇനി രാജ്യത്തിന്റെ വികസനത്തിനാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കാവൽക്കാരുടെ സൈന്യത്തിൽ അംഗമായിക്കൊണ്ട് TV ബാബുവിനെ ആലത്തൂര് ലോക്സഭാ മണ്ഡലത്തിൽ NDA സഖ്യം അവതരിപ്പിക്കുന്നു. ശ്രീ TV ബാബുവിനെ കുറിച്ച് 2 വാക്കുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനം ആരംഭിച്ച് 2 തവണ ചാഴൂര് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരു പുരുഷായുസ് മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ TV ബാബു. ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ തന്നെ പട്ടയഭൂമിക്ക് വേണ്ടി 1 വർഷവും 17 ദിവസവും നിരാഹാര സമരം അനുഷ്ഠിച്ച് വിജയം നേടിയ വ്യക്തിയെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് സംസാരിക്കാം. CC ശ്രീകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി സംവിധാനത്തിലും ഐക്യ പുരോഗമന സഖ്യമെന്ന നിലവാരത്തിൽ അഖിലേന്ത്യാ തലത്തിലും ഈ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സവർണ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കുമെതിരെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകൾ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആൾക്കൂട്ടം കടന്നു വരുന്നു, നമ്മുടെ വീട്ടിലെ ഗൃഹനാഥനെ പുറത്തേക്ക് വലിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന രാജ്യത്ത് ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീകരത കണ്ട 5 വർഷക്കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിന്നും നമുക്കും നീതി ലഭിക്കും, നിങ്ങൾക്കും നീതി ലഭിക്കുമെന്ന ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പരിശോധിക്കപ്പെട്ടാലും ഇത് കേന്ദ്രത്തിൽ കോട്ടിട്ട മോഡിയാണെങ്കിൽ കേരളത്തിൽ മുണ്ടെടുത്ത മോഡിയാണെന്നും അല്ലെങ്കിൽ മോഡിയും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണെന്നൊക്കെ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയോ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം കക്ഷിയായ CPI തന്നെയാണ് പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്നത് കോട്ടിട്ട മോഡിയാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത് മുണ്ടെടുത്ത മോഡിയാണെന്ന്. ഇതിനധികം പറയുന്നു, നമ്മുടെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ അപ്പുറത്ത് ചൂണ്ടൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്തെ തൃശ്ശൂർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി രാജാജി മാത്യു തൻ്റെ ഉത്തരവാദിത്വമുള്ള പാർട്ടി പത്രത്തിൻ്റെ മാധ്യമ സെമിനാറിൽ പറഞ്ഞൊരു വാചകമാണ് പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. എറണാകുളത്ത് സംഘടിപ്പിച്ച ജനയുഗം പത്രത്തിൻ്റെ മാധ്യമ സെമിനാറിൽ പറഞ്ഞത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ തുവൽ പക്ഷികളാണെന്ന്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. സംസ്ഥാനം ഭരിക്കുന്നതായാലും കേന്ദ്രം ഭരിക്കുന്നതായാലും 2 തരം ഫാസിസ്റ്റുകൾക്കെതിരെ
ആ ഫാസിസ്റ്റുകൾക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇനി ആലത്തൂരിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാളുകളിൽ പത്രപ്രവർത്തകൻ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, അങ്ങയുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ രാജ്യത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം എന്തായിരിക്കുമെന്ന് മഹാത്മാഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി ലെവലേശം സംശയമില്ലാതെ പറഞ്ഞത്, സാധാരണക്കാരൻ്റെ കണ്ണിലെ കണ്ണീരൊപ്പിലായിരിക്കും എൻ്റെ രാജ്യത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമെന്ന്. അങ്ങനെ സാധാരണക്കാരൻ്റെ കണ്ണീരിലൊപ്പ് എന്ന് പറയുന്നത് കൃത്യമായി അർത്ഥം തുല്യം ചാർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാരിയായ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രമ്യ ഹരിദാസിനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലത്തൂരിൽ നിന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ആലത്തൂർ എന്ന് പറയുന്ന ഈ നിയോജകമണ്ഡലത്തിനെ പ്രതികരിക്കപ്പെട്ട PK ബിജുവിനെതിരുള്ള പരാതി ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന് തന്നെ ഈ രാജ്യത്തിന്റെ ഈ പ്രദേശത്ത് നടത്തിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സത്യേട്ടൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിലെ തന്നെ ശരാശരി പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1-ാം നമ്പർ പാർലമെന്റേറിയൻ, കേരളത്തിലെ ശരാശരി പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ശരാശരി പരിശോധിക്കപ്പെട്ടാൽ 1-ാം നമ്പർ പാർലമെന്റേറിയൻ. ഞങ്ങൾ ചോദിക്കുന്നത് ഒറ്റ കാര്യമേ അറിയണ്ടോ, ആലത്തൂരിലെ ഡോക്ടർ PK ബിജു ആയാലും അങ്ങ് ചാലക്കുടിയിൽ മത്സരിക്കുന്ന ഹാസ്യ നടൻ ഇന്നസെന്റ് ആയാലും രാജ്യത്ത് ആര് MP ആയി സത്യപ്രതിജ്ഞ നടത്തിയാലും പ്രിയമുള്ളവരെ 25 കോടി രൂപ 5 കൊല്ലത്തേക്ക് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിന് വേണ്ടി അനുവദിക്കപ്പെടും. അത് ചെലവഴിക്കാൻ ഈ രാജ്യത്ത് ഒരു വില്ലേജ് ഓഫീസർ മുതൽ കളക്ടർ വരെയുള്ള സംവിധാനമുണ്ട്. അതിൽ MP-ക്ക് വലിയ റോളൊന്നുമില്ല. അത് ആ സംവിധാനത്തിലേക്ക് അതിന്റെ പുറത്താണ് വോട്ട് ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, MP എന്ന് പറയുന്നത് MP ഫണ്ട് ചെലവഴിക്കാൻ മാത്രമുള്ള സംവിധാനമല്ല. ശ്രീമാൻ PC ചാക്കോ തൃശ്ശൂരിൽ നിന്ന് MP ആയിരുന്ന കാലഘട്ടത്തിൽ MP ഫണ്ടിനപ്പുറത്ത് തൃശ്ശൂരിന്റെയും കുന്നംകുളത്തിന്റെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തൃശ്ശൂർ പൊന്നാനി ശ്രീകുമാറിനോട് തന്നെ ചോദിക്കാം. ഇതേ സമയം തന്നെ ഇടതു പ്രതിനിധി പറയുകയുണ്ടായി, കഴിഞ്ഞ 2 തവണ MP ആയിരുന്നു PK ബിജു. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഫണ്ട് ചെലവഴിച്ചതും അതുപോലെ തന്നെ അദ്ദേഹം ലോകസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളുമെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, സത്യേട്ടൻ ശരിയാണെങ്കിൽ അത് തന്നെയാണ് മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതെല്ലാം അവാസ്തവമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? പറഞ്ഞു തീർന്നില്ലല്ലോ. അവാസ്തവം എന്നല്ല അതിനകത്ത്. വളരെ കൃത്യമായി ഞാനും PK ബിജുവും പങ്കെടുത്ത ഡിബേറ്റിനകത്ത് PK ബിജു പറഞ്ഞ 2 ഐക്കൺ പ്രോജക്റ്റുകളാണ് ഈ നിയോജകമണ്ഡലത്തിൽ. ഒന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് 1 കോടി രൂപ 10 വർഷം കൊണ്ട് കീമോതെറാപ്പി ഡേ കെയർ സെന്ററിന് അനുവദിക്കപ്പെട്ടുവെന്ന്. മറ്റൊന്ന്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വട്ടായി കുടിവെള്ള പദ്ധതിക്ക് 1 കോടി രൂപ ചെലവഴിക്കപ്പെട്ടത്. സത്യം പൊതുജനം അറിയണം. 10 വർഷം കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, തൃശ്ശൂരിലെയും പാലക്കാടിലെയും അപ്പുറത്തെ മലപ്പുറത്തെയും ദരിദ്രനാരായണന്മാരായ രോഗികൾ സമീപിക്കുന്ന പ്രദേശത്തേക്ക് 10 വർഷം കൊണ്ട് 1 കോടി രൂപയാണ് ചെലവഴിച്ചു. ചുരുക്കാം. അവിടേക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായ പ്രദേശം പ്രതികരിക്കുന്ന കോൺഗ്രസിന്റെ MLA അനിൽ അക്കര 5 കോടി രൂപ അനുവദിക്കപ്പെട്ടു. അവാസ്തവം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. 10 വർഷം അവിടെ ലോറിയിലാണ്. ശ്രീകുമാർ, അങ്ങനെ എണ്ണമിട്ട് പറയുമ്പോൾ നമുക്കതിനുള്ള സമയം ഉണ്ടാവില്ല. ഉദാഹരണമായി താങ്കൾ പറയുന്നത് മനസ്സിലാക്കുന്നു. ശ്രീ സത്യൻ അദ്ദേഹം പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്? ഓരോ ഉദാഹരണങ്ങളായി അദ്ദേഹം എടുത്ത് പറയുക. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്തിനകത്ത് ഒതുങ്ങി വർത്തമാനം പറയണം. അത് ഇതിന് വിളിച്ച ആളുകളുടെ ബാധ്യതയാണ്. അല്ല, 5 മിനിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതിനാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രംഗം ഒഴിവാക്കലാണ് നമുക്ക് നല്ലത്. നമ്മളതിനെ സമയത്തിനകത്ത് നിന്ന് അവതരിപ്പിക്കുക. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 93 കോടി 85 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനകം നടന്നിട്ടുള്ളത്. അതിലെ 5 കോടി രൂപയാണ് കീമോതെറാപ്പിക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേക വാർഡ് അനുവദിച്ച് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ച് 5 കോടി രൂപയാണ് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. MP ഫണ്ട് ചെലവഴിക്കൽ മാത്രമല്ല MP-യുടെ ചുമതല. ആറ്റുപുറ മുതൽ പാറയമ്പാടം വരെ 14 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ്, കാട്ടകാമ്പാൽ, കുന്നംകുളം നഗരസഭ,
വടക്കേകാട് ഗ്രാമപഞ്ചായത്ത്, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത്, പോർക്കുളം ഗ്രാമപഞ്ചായത്ത്, ഇത്രയും പ്രദേശങ്ങളിലൂടെ കടന്നു വരുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റിയത് 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. തുപ്പലിശ്ശേരിയിൽ നിന്ന് കോതച്ചിറ വരെയുള്ള ഒരു റോഡ് 8 കോടി 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ റോഡ് പൂർത്തീകരിച്ചത്. വേലൂർ ചുങ്കം മുതൽ കോട്ടപ്പുറം പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ഒരു റോഡ് കേന്ദ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തി 9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നിർവഹിച്ചത്. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് 12 കോടി രൂപയാണ് അക്കിക്കാവ് ജെറുസലേം കടവല്ലൂർ എന്ന റോഡിനു വേണ്ടി ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നിരവധിയായ കേന്ദ്ര ഫണ്ടുകൾ തൃശ്ശൂർ കോൾ നിലവും പൊന്നാനി കോൾ നിലവും ചേരുന്ന സമഗ്ര കോൾ വികസന പദ്ധതിയുടെ ഭാഗമായി 2014 മുതൽ 2019 വരെ കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്ത് മാത്രം 274 കോടി രൂപ 5 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് നൂറടിത്തോടിൻ്റെ വികസനവും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിനു വേണ്ടി ഇവിടെ ചെലവഴിക്കപ്പെട്ടത്. 1 കോടി 35 ലക്ഷം രൂപയാണ് ഈ 5 കൊല്ലത്തിനുള്ളിൽ ആലത്തൂർ മണ്ഡലത്തിനകത്ത് 25,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടത്. ശരി, ശ്രീ സത്യൻ, അദ്ദേഹം എണ്ണമിട്ട് കണക്കുകൾ നിരത്തുകയാണ്. എല്ലാ കൃത്യമായ കണക്കുകളുമായി തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. NDA പ്രതിനിധി രണ്ടുപേരും പറഞ്ഞത് കേട്ട് കാണും. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇത് ഇപ്പം ഈ മണ്ഡലത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പരാതി എന്ന് പറയുന്നത് നമ്മുടെ MP ഈ മണ്ഡലത്തിൽ ഒരു ദേശാടന കിളിയാണ് എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ലോകസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും ആലത്തൂരാണ് എന്ന കാര്യത്തിലും ഒരു തർക്കവും ഉണ്ടാവില്ല. കാരണം ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു വ്യവസായ സ്ഥാപനം പോലും ഈ മണ്ഡലത്തിൽ തുടങ്ങാൻ 10 വർഷം സമയം ലഭിച്ചിട്ടും നമ്മുടെ MPക്ക് സാധിച്ചില്ല. രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിലുണ്ട്. 2 വലിയ നദികളുണ്ട്, ഭാരതപ്പുഴയുണ്ട്, ഗായത്രി പുഴയുണ്ട്. ഈ 2 നദികളിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് വികസനമാണ് 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്? രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം മാത്രമല്ല, ഇപ്പം നേരത്തെ ഇവിടെ ശ്രീകുമാർജി സൂചിപ്പിച്ചു, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ആ മെഡിക്കൽ കോളേജിൽ കുടിക്കാൻ വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല രോഗികൾക്ക്. അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ, കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നു. ജലസേചന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കർഷകർ ധാരാളമുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിൽ കർഷകർ അങ്ങേയറ്റം ദുരിതത്തിലാണ്. പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനം എണ്ണി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വരും. നിങ്ങളുടെ കാഴ്ചപ്പാട് മറുപടിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കൂടുതൽ സമാധാനപരമായ അഴിമതിരഹിതമായ, നേരത്തെ അനീഷ് പറയേണ്ട അഴിമതിരഹിതമായ ഒരു നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെല്ലാം പറയുന്നത്. ഇടതുമുന്നണി എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തെ ജനതയെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളിലൂടെ ഭയപ്പെടുത്തി എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന നയമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയിൽ നടന്നത്. കർണാടകയിലെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കൽബുർഗി, ഗോവിന്ദ് പൻസാരെ, നരേന്ദ്ര ധബോൽക്കർ, ഏറ്റവും ഒടുവിൽ ലോകപ്രശസ്ത പത്രപ്രവർത്തകയായിരുന്ന ഗൗരി ലങ്കേഷ്, ഇവരെല്ലാം വീടിനകത്ത് വന്ന് കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കുന്ന ഘട്ടത്തിൽ ചുട്ടുകൊല്ലുന്ന തരത്തിൽ നേരെ വിരിമാറിലേക്ക് വെടിയുതിർത്തുകൊണ്ടാണ് കൊലപ്പെടുത്തപ്പെട്ടത്. ഇതിലൂടെ കൊലപ്പെടുത്തിയവർ ലക്ഷ്യമിട്ടത് എന്താണ്? ഞങ്ങൾക്കെതിരായി സിനിമ പിടിക്കുന്നവർ, ഞങ്ങൾക്കെതിരായി സാഹിത്യരചന നടത്തുന്നവർ, ഞങ്ങൾക്കെതിരായി പത്രവാർത്തകൾ ചമയ്ക്കുന്നവർ, അവരുടെ മരണം ദുരന്തപൂർണമായിരിക്കും എന്ന ഭീഷണിയുടെ നടപ്പാക്കലുകളാണ് ഇന്ത്യ രാജ്യത്ത് നടന്നത്. ആട്ടിറച്ചി പാകം ചെയ്തവൻ്റെ വീട്ടിൽ ചെന്ന് ഇത് പശുവിറച്ചിയാണെന്ന് പറഞ്ഞ് ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. ചന്തയിലേക്ക് കന്നുകാലികളെ കയറ്റി കൊണ്ടുപോകുന്ന കാലിയെ മേയ്ക്കുന്നവരെ നടുറോഡിൽ ജനക്കൂട്ടം തടഞ്ഞു നിർത്തി തല്ലിക്കൊല്ലുന്നു. ദളിതരായി പോയതിൻ്റെ ഭാഗമായി മലം ചുമക്കുന്ന ജോലിയിലേർപ്പെട്ടവരെ പോലും ചത്ത പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നരാക്കി ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഭീകരമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷം ഇന്ത്യക്ക് സമ്മാനിച്ചത്. ഇതൊരു ജനതയെ
ഭയപ്പെടുത്തി എതിർ ശബ്ദങ്ങളില്ലാതെ ഭരിക്കാൻ അവസരമുണ്ടാക്കുക എന്ന ഹിറ്റ്ലർ ജർമ്മനിയിൽ പരീക്ഷിച്ച തന്ത്രം ഇന്ത്യയിൽ ഫലപ്രദമായി അരങ്ങേറാൻ വഴിയൊരുക്കുക എന്നതാണ് 5 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് രാജ്യത്തുണ്ടായത്. ശ്രീ സത്യൻ ഒന്ന് ഇടപെടുന്നു. ഈ അഖിലേന്ത്യാ രാഷ്ട്രീയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എതിർ കക്ഷിയായി കൂടുതലായും NDA പ്രതിനിധിക്കെതിരെയാണ് സംസാരിച്ചത്. UDF എതിരായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ UDF കുറിച്ചൊന്നും പറയുകയുണ്ടല്ല. എത്രത്തോളം വിജയ സാധ്യത കാണുന്നു? പ്രധാന എതിരാളിയായി ആരെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാരും ഞങ്ങൾ പരാജയപ്പെടും എന്ന് പറഞ്ഞ് മത്സരിക്കാറില്ല. ആലത്തൂർ മണ്ഡലത്തിലെ UDF വിജയത്തിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ച് എനിക്ക് അത്രയേ പറയാനുള്ളൂ. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത്. 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, 2016 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലായി 92,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. 43 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വടക്കാഞ്ചേരിയിൽ നിന്ന് അനിൽ അക്കരയും ജയിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അവസാനം കേരളത്തിനകത്ത് നടന്ന ആലത്തൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ ബലാബലത്തിൻ്റെ വസ്തുത. ഇത് വെച്ചുകൊണ്ട് സാമാന്യബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്ക് ആലത്തൂരിൽ ആര് വിജയിക്കും എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പാഴൂർ പടി വരെ പോകേണ്ടതില്ല എന്നത് മാത്രമാണ് എനിക്കതിനെ കുറിച്ച്. ശരി, UDF പ്രതിനിധിക്ക് ഇതിൽ എന്താ പറയാനുള്ളത്? പരാജയമാണ് മുന്നിലുള്ളത് എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഗാന്ധി ഘാതകരുമായി ബന്ധപ്പെടുത്തി അനീഷ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഒറ്റ കാര്യമേ പൊതുസമൂഹത്തിന് അറിയണ്ടോ, ഗാന്ധി ഘാതകൻ നാഥൂറാം ഗോഡ്സെ ആണെന്ന കാര്യത്തിൽ എനിക്കും മനീഷിനും സത്യനും തർക്കമുണ്ടാകില്ല. നാഥൂറാം ഗോഡ്സെയുടെ ചിതാഭസ്മം എവിടെയാണ് നിമജ്ജനം നടത്തിയെന്ന് പറഞ്ഞാൽ നന്നായി. അത്രയേ ഗാന്ധി വധവുമായി ബന്ധപ്പെടുത്തി എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ചോദ്യം ചോദിച്ച കൊച്ചനിനോട് പറയാനുള്ളത്, ജീവിച്ച ഗാന്ധിയേക്കാൾ കൂടുതൽ പേടിക്കുന്നത് പൊതുസമൂഹം RSSും BJPയും സംഘപരിവാറും പേടിക്കുന്നത് കൊല ചെയ്യപ്പെട്ട ഗാന്ധിയെയാണെന്നാണ് ഇവരുടെ നടപടിയോടെ നാം രാജ്യം ബോധ്യപ്പെടേണ്ടത്. മറ്റൊന്ന്, ഈ MN സത്യൻ സൂചിപ്പിച്ച പ്രാദേശിക വികസന ഫണ്ടുകളുടെ റോഡുകളുടെ വലിയ സംവിധാനം, അല്ലെ വിജയ സാധ്യതയെക്കുറിച്ച് ചോദിച്ചതിനുള്ള മറുപടിയിൽ മറ്റു വഴിമാറി പോകരുത്, വഴിമാറി പോകുന്നതല്ല മുകേഷ് ലാൽ. ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അതിന് മറുപടി പറയാതെ ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ നടത്തിയ അടിസ്ഥാനരഹിതമായി നടത്തിയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയും. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ക്രമീകരിക്കാൻ പറഞ്ഞ് ക്രമീകരിച്ചു കൊണ്ട് പറയും. അത്രയേ ഉള്ളൂ, തർക്കം വരാതെ നമ്മൾ. ഈ റോഡ് വികസനം എന്താണെന്ന് MN സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണുള്ളൂ. PMGSY എന്ന് പറയുന്ന പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് കേന്ദ്രത്തിൽ. ഈ പദ്ധതിക്ക് പൂച്ചയ്ക്ക് പുല്ല് പറിക്കുന്ന പണി പോലും MPക്കില്ല. ആ റോഡിൻ്റെ ലിസ്റ്റ് തീരുമാനിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് ലിസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ജില്ലാ ആസൂത്രണ സമിതിയിലേക്ക് സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ജില്ലാ ആസൂത്രണ സമിതി ചെയർമാൻ DPC ചെയർമാൻ ആ ലിസ്റ്റ് അംഗീകരിച്ചു കൊടുക്കും. അവസാനം അതിൽ ഒരു സർക്കാർ ഉത്തരവുണ്ട്, ഉദ്ഘാടനം നടത്താൻ നാട്ടിലെ MPയെ ക്ഷണിക്കണമെന്ന്. അല്ലാതെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് MPക്ക് ഒരു റോളുമില്ല. പിന്നെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥിയെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലത്തൂരിൽ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ കണക്കെടുപ്പാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടിയും രാജ്യത്ത് ജയിക്കില്ലല്ലോ. MN സത്യേട്ടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കെടുപ്പുമായി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി ഇരുന്നോട്ടെ എന്ന് മാത്രമേ UDF പ്രതിനിധിയുടെ വിജയത്തിന് എന്തായാലും വിജയം ഉണ്ടാകുന്നതിന് വിജയ സാധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തായിട്ടാണ് താങ്കൾ കാണുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ UDF ഈ നിയോജകമണ്ഡല വിജയം എന്ന് പറയുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, വിജയത്തിൻ്റെ നാദി കുറിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് 10 വർഷം PK ബിജു ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചു എന്ന് തന്നെയാണ്. അദ്ദേഹം 10 വർഷം നടത്തിയ പ്രവർത്തനം ആകെ നേട്ടമെന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒറ്റ നേട്ടമേ ഉള്ളൂ. 7 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഡോക്ടറേറ്റ് 17 കൊല്ലം കൊണ്ട് നേടിയെടുത്തു. അല്ലാതെ ഈ ജനതയ്ക്ക് ഒരു നേട്ടത്തിലേക്കും അതൊരു നേട്ടമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധി സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊരു നേട്ടമായിക്കൊണ്ട് മുറിഞ്ഞുപോയ വിദ്യാഭ്യാസം ഇക്കാലത്ത് പൂർത്തീകരിച്ചുവെന്ന് ഞാനും സംഘടനാ പ്രവർത്തന ഭാഗമായി ബിടെക് മുറിഞ്ഞുപോയവനാണ്. അത് നമ്മൾ നേട്ടമായി പറയാറില്ല. ചോദ്യങ്ങളിലേക്ക് പോകാം. വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും.
സി പറഞ്ഞു വീട്ടിനകത്ത് കിടക്കുന്ന ആളുകളെ വലിച്ചിറക്കി കൊല ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് NDA എന്ന്. എനിക്ക് ചോദിക്കാനുള്ളത് 84-ൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ആരാണ് വീട്ടിൽ കിടക്കുന്ന 3000-ഓളം സിഖുകാരെ വലിച്ചിറക്കി വെട്ടിക്കൊന്നത്? അതിൽ ആരാണ് നിങ്ങളുടെ ആ പ്രതി ആരാണ്? ആ 3000 പേര് കൊല്ലപ്പെട്ട ആ കുടുംബത്തിന് നിങ്ങൾ ഇതുവരെ ഒരു 20 വർഷത്തോളം അതിനുശേഷം കോൺഗ്രസ് ഭരിച്ചു, നിങ്ങൾ നീതി മേടിച്ചു കൊടുത്തോ? ശരി, ഇതാണ് ചോദ്യം ചോദ്യം. പഴയൊരു കാര്യത്തിൻ്റെതാണ്. എന്തായാലും പരസ്പരമുള്ള ആരോപണങ്ങൾക്ക് അപ്പുറം നമുക്ക് ഈ മണ്ഡലത്തിനായി എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോയാൽ കൂടുതൽ നന്നാവും. എന്തായാലും അദ്ദേഹം ചോദിച്ചതിനുള്ള മറുപടി, താങ്കളും ഇതുപോലെയുള്ള സംഭവത്തിൻ്റെ ഒരു പ്രതിനിധി തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആൾക്കൂട്ടം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുക എന്ന് മാത്രമല്ല രാജ്യത്ത് നടന്നത്. ഞാൻ നേരത്തെ സമയം പരിമിതി കൊണ്ട് നിർത്തിയതാണ്. ആ തല്ലിക്കൊല്ലുന്ന സംഭവം കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി രാജ്യത്തിൻ്റെ നീതിപീഠത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും കൃത്യമായി മറ്റൊരു ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് വർഗീയ ഫാസിസ്റ്റുകൾക്കും രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും കലാപത്തിൽ കോൺഗ്രസിൻ്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാരവാഹി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏത് കലാപമാകട്ടെ, ഏത് വ്യക്തിപരമായ തർക്കമാകട്ടെ, വ്യക്തിപരമായ കൊലപാതകമാകട്ടെ, ആ പ്രതികളെയൊന്നും കോൺഗ്രസ് അംഗീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അവരെ ആരെയും ഈ പാർട്ടിയിൽ വെച്ച് നടത്തിയിട്ടുള്ള നീതിപീഠത്തിന് മുന്നിലേക്ക് കടത്തിവിട്ടിട്ടേ ഉള്ളൂ. ശരി അനീഷ്, പ്രാദേശിക രാഷ്ട്രീയമാണോ അതല്ല ഇതുപോലുള്ള ദേശീയ വിഷയങ്ങളാണോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഓരോ മണ്ഡലങ്ങളിലും വിജയ സാധ്യതയെ കണക്കാക്കുക? ഇപ്പോൾ NDA ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ആ സഖ്യത്തിനെ കുറിച്ചുള്ള നിരവധി പരാതികൾ ദേശീയ തലത്തിൽ ഉയരുന്നു. ജീവിച്ചു പോകാൻ ഭയപ്പെടേണ്ട ഒരു സാധ്യതയുണ്ടോ? ആശങ്കയോടെ കഴിയേണ്ട നാളുകളാണോ എന്നുള്ള ആശങ്ക വരുന്നു. അതല്ല പ്രാദേശിക വിഷയമാണോ മുന്നിൽ വരിക? നേരത്തെ ഈ ഇടത് വലത് മുന്നണികളുടെ പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങൾ, എന്നോട് ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ മിസ്റ്റർ സത്യൻ ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിന് പുറത്ത് നടന്ന ചില കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് ഗോവിന്ദ ബൻസാരിയും കൽബുർഗി മാത്രമല്ല, ശാന്തനു ഭൗമിക് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ നിങ്ങൾ ത്രിപുരയിൽ ഭരിക്കുന്ന സമയത്ത് ത്രിപുരയിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പല സ്ഥലങ്ങളിലും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കേരളത്തിലേക്ക് വരൂ. നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ നിങ്ങൾ നികൃഷ്ടജീവി, നിങ്ങൾ കുലംകുത്തി എന്ന് പ്രഖ്യാപിച്ച് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി TP ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടിക്കൊന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഈ അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം നിങ്ങൾ നടത്തരുത് എന്ന് വിനയത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാസർഗോഡ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതയൊടുങ്ങിയിട്ടില്ല മിസ്റ്റർ. 26 പേര് ഈ പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന സമയത്ത് 26 പേര് കൊല്ലപ്പെട്ട് അതിൽ 24 പേരെയും കൊല ചെയ്തത് നിങ്ങളുടെ പാർട്ടിയാണ്. വിമലാദേവിയെ പാലക്കാട് ചുട്ടുകൊന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ! 1.5 കിലോ അരി മോഷ്ടിച്ചതിന് മധുവിനെ തല്ലിക്കൊന്നത് UP-യിലല്ല, നിങ്ങളുടെ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലാണ്. കോഴിയെ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കൊല്ലത്ത് ബംഗാളിയെ തല്ലിക്കൊന്നത് നിങ്ങൾ മുഴുവൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മുടി വളർത്തിയെന്ന് ആരോപിച്ച് വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങളുടെ പോലീസാണ് പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്നത്. നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് ഓടുന്നതിന് മുമ്പ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇനി ഗാന്ധി വധത്തെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ആരാണ് ഒഴുക്കിയത്? ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയോടാണ്. കാരണം ഗാന്ധി വധത്തിലെ പ്രതികൾ എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയാണ്. ഹിന്ദു മഹാസഭയുമായി RSSനോ BJPക്കോ പുലബന്ധം പോലുമില്ല. ഹിന്ദു മഹാസഭ അന്ന് ആ കൊലപാതകം നടത്തുന്ന സമയത്ത് ആ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി, ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി സോമനാഥ് ചാറ്റർജിയുടെ പിതാവാണ്. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിൽക്കാലത്ത് MP ആക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ മകനെ വീണ്ടും MP ആക്കിയത്, പാർലമെന്റിൽ സ്പീക്കർ ആക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്തെങ്കിലും ഒരു ബന്ധം ഗാന്ധി മറുപടിയായി കഴിഞ്ഞു. നമുക്ക് ഈ പറഞ്ഞു വന്ന കാര്യം എന്താ പറഞ്ഞാൽ, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയം, സംസ്ഥാനത്തെ ഓരോ നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമോ? ജയപരാജയങ്ങളെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സംസ്ഥാന സർക്കാരിനെ ഇതുവരെയുള്ള കാലത്തിലെ ഒരു വിലയിരുത്തൽ കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ വിഷയങ്ങളും ചർച്ചയാവില്ലേ? തീർച്ചയായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ
140 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും 2015 അധികാരമേറ്റെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളും പാർലമെൻറ്റ് അംഗങ്ങളും ചേർന്ന് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി ചൂണ്ടിക്കാണിച്ച് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ കുന്നംകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLAയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പദ്ധതികളുടെ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ ഒരു 450 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കുന്നംകുളം മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചോദിച്ചതിലേക്ക് ഒന്നുകൂടി വരാം. ഒപ്പം തന്നെ ഈ UDF അതുപോലെ തന്നെ NDA പ്രതിനിധികൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതുകൂടി ചർച്ചാ വിഷയമാകില്ലേ എന്നുള്ളതാണ്. നേരത്തെ വികസനത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ ഒരു കൂട്ടം സംസാരിച്ചു. ഇവിടെ കോൺഗ്രസും BJPയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും സദാചാര രാഷ്ട്രീയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടൊരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വളരെ സംഘടിതമായി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായ അക്രമത്തിൻ്റെ ഒരു വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവർ ജനങ്ങളെ സമീപിക്കാറ്. ഈ കേരളത്തിനകത്ത് 542 സഖാക്കളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമായവർ കൊല ചെയ്യപ്പെട്ടത്. ആദ്യം അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച ശ്രീകുമാറിൻ്റെ പാർട്ടി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മൊയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിച്ചത്. അത് കോൺഗ്രസ്സാണ് തുടങ്ങി വെച്ചത്. മൊയാരത്ത് ശങ്കരൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം RSSൻ്റെ കൊലക്കത്തിക്കിരയായ സഖാക്കളുടെ എണ്ണം എത്ര എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ കൊണ്ടവരാണോ കൊടുത്തവരാണോ എന്നത്. ഈ രണ്ടു ശക്തികളും ഇവരെയൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ന്യൂനപക്ഷ വർഗീയ ശക്തികളും ഒരേ സമയം ആക്രമണത്തിന് വിധേയമാക്കുന്നവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ്. ഞങ്ങളെ കൊലപ്പെടുത്താൻ ഒരേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളും ഒരേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സും ഉപയോഗപ്പെടുത്തി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കോൺഗ്രസും ചേർന്ന് 542 ആളുകളെ കൊലപ്പെടുത്തിയ മണ്ണാണി കേരളം. ശരി, ഒന്ന് ഇടപെടൂടെ? ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണം, ഈ കഴിഞ്ഞ നാളുകളിലെ ഭരണം കൂടി അതുകൂടി നേരത്തെ ചോദിച്ചിരുന്നു, അതിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായി മാറി ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് 3 വർഷക്കാലം കേരളത്തിനകത്ത് നടപ്പിലാക്കിയ ജനപക്ഷ വികസനത്തിന്റെ വിലയിരുത്തലായി തന്നെയാണ് ഞങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരു സംശയവുമില്ല. CC ശ്രീകുമാർ, ഈ തെരഞ്ഞെടുപ്പ് MN സത്യന് സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് പറയുവാൻ രണ്ടാവർത്തി ചോദ്യം ചോദിക്കേണ്ടി വന്നു. MN സത്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ MN സത്യം പറഞ്ഞതിൻ്റെ പകുതി ആർജവത്തിൽ സമ്മതിക്കാൻ തയ്യാറല്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡാണെന്ന്. അതാണ് അതുമായി ബന്ധപ്പെട്ട സത്യം. പിന്നെ രക്തസാക്ഷികളെക്കുറിച്ചുള്ള കാര്യം, രാഷ്ട്രീയ ആക്രമണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയുമാണെന്ന് ഈ രക്തസാക്ഷികളുടെ ഗീർവാണം പറയുന്ന ആളുകൾ ഓർക്കണം. കോൺഗ്രസിനെ ആക്രമിക്കുവാൻ, കോൺഗ്രസിനെ എതിർക്കുവാൻ, ആശയപരമായി കായികപരമായി എതിർക്കുവാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കണമെന്ന് പരസ്യമായി പറഞ്ഞത് CPMൻ്റെ വലിയ ആചാര്യൻ EMS ആണ്. നിങ്ങൾ ഉന്മൂലനം നടത്തിയ ത്രിപുരയിലെ ഞങ്ങളുടെ പ്രവർത്തകർ, നിങ്ങൾ ഉന്മൂലനം നടത്തിയ ബംഗാളിലെ ഞങ്ങളുടെ പ്രവർത്തകർ, ത്രിപുരയിൽ നിങ്ങൾ കായികമായി ഞങ്ങൾ ഉന്മൂലനം നടത്തി, ഞങ്ങൾ അവസാനിച്ചു. പക്ഷേ എന്തു സംഭവിക്കപ്പെട്ടു എന്ന് CPM പരിശോധിക്കണം. അവിടെ ആരാണ് വളർന്നു വന്നതെന്ന്. കോൺഗ്രസിനെ നിങ്ങൾ കായികമായി ഉന്മൂലനം നടത്തി, അവസാനം നിങ്ങൾ പെരിയിൽ നടത്തി 2 ചെറുപ്പക്കാർ. എന്ത് രാഷ്ട്രീയ തർക്കമാണ് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു തർക്കം. ആ തർക്കം അവിടുത്തെ MLA കുഞ്ഞിരാമനും മുൻ MLA കുഞ്ഞിരാമനും കൂടി അവരോട് മധ്യസ്ഥ വെച്ച് കേവലം 50,000 രൂപ കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു മധ്യസ്ഥ. ആ മധ്യസ്ഥ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി നേതൃത്വമുള്ള ആളുകൾ തന്നെ പച്ച മനുഷ്യനെ കൈക്കോടാലിക്കൊണ്ട് തലച്ചോറ് വെട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയ അക്രമം മാറിയിട്ട് അതിനെക്കുറിച്ച് വലിയ കഥാപ്രസംഗം നടന്നതിൽ വലിയ പ്രത്യേകത. അല്ല, ഇതിൽ പറയുമ്പോൾ
വ്യക്തിഹത്യയെക്കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. താങ്കൾ നേരത്തെ ബിജുവിൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതേ UDF തന്നെ രമ്യക്കെതിരെ വ്യക്തിഹത്യ ഉണ്ടായി എന്നുള്ള പ്രചരണവുമായി ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പോൾ ഇത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞതിൽ മുകേഷ് ലാൽ കൃത്യമായി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഞാൻ PK ബിജുവിൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ച് ആദ്യമായി ഞാനല്ല ഉന്നയിച്ചത്. ഈ രാജ്യത്തിൻ്റെ MP, ഈ രാജ്യത്തെ 543 MP-മാരെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് ആലത്തൂരിൽ നിന്ന് ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട MP-യുടെ നേട്ടം എന്താണെന്ന് ആ MP-യുടെ രാഷ്ട്രീയ പാർട്ടിയോടും മുന്നണിയോടും ചോദിച്ചപ്പോൾ 10 വർഷക്കാലത്തെ നേട്ടങ്ങളിൽ ഒരു നേട്ടമായി അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് അവതരിപ്പിച്ചത് ഞാനോ അനീഷോ മറ്റു ആരുമല്ല, CPIM-ന്റെ ഏരിയ സെക്രട്ടറിയായ MN സത്യനാണ്. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. വ്യക്തിഹത്യയിലേക്ക് പോകുന്നതെങ്കിൽ അത്യാവശ്യമുള്ള ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള തർക്കത്തിലേക്ക് പോകാമല്ലോ. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, വ്യക്തിഹത്യയിലേക്ക് നിങ്ങൾ പോകുന്നില്ല, ആ രീതിയിലേക്ക് നിങ്ങൾ പോകാൻ താല്പര്യമില്ല. രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തിഹത്യയിലേക്ക് പോകും. അനീഷ്, ഇവിടെ നിർഭാഗ്യകരമായ ഒരു സംഭവം, പരസ്പരമുള്ള ആരോപണങ്ങളാണ്. ഇനി ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ MP ആയി കഴിഞ്ഞാൽ എന്ത് നൽകും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ നമുക്ക് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കെതിരെയുള്ള പരാതികളും എതിർപ്പുകളുമാണ് പറയുന്നത്. ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. ഞാൻ അതിനു മുമ്പ് ചോദ്യത്തിന് മുമ്പ് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അക്രമ രാഷ്ട്രീയം മറ്റു പാർട്ടികളുടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൊലക്കേസ് പ്രതി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ സത്യൻ, താങ്കൾ മനസ്സിലാക്കണം, 1969 വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ എന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാര്യം സൂചിപ്പിക്കാം. ഒരു കാര്യം, കുന്നംകുളത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നിങ്ങൾ രക്തസാക്ഷികളുടെ കാര്യം പറയുമ്പോൾ പട്ടാമ്പി കോളേജിലെ സെയ്താലിയെ കുറിച്ച് കൂടി നിങ്ങൾ പറയണം. SFI-കാരനായിട്ടുള്ള സെയ്താലിയെ കൊന്ന വ്യക്തിയെ 2 തവണ കുന്നംകുളത്തെ MLA ആക്കി വിജയിപ്പിച്ച പാർട്ടിയാണ്. അപ്പൊ ആ രക്തസാക്ഷിയുടെ ഒന്നിടപെട്ടോടെ ഇതിൽ ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാം. എന്തായിരിക്കും ആ വിജയ സാധ്യത എന്നുള്ളത് സംബന്ധിച്ച് മറ്റു ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പരസ്പരമുള്ള ആരോപണങ്ങൾ നമുക്കൊന്ന് ഒഴിവാക്കാം. അതായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് NDA സഖ്യം മത്സരിക്കുന്നത്. ഇത് അടിസ്ഥാനരഹിതമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശവാദമായിട്ട് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലവാരം കാര്യങ്ങളിലേക്കാണ് വരുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ച വോട്ട് കേവലം 40,000 വോട്ടാണ്. ആ വോട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞങ്ങളുടെ വോട്ട് 86,000 വോട്ടായി. അതായത് നേരെ ഇരട്ടിയായി 86,000 വോട്ടായി 2014 ഞങ്ങൾ വർദ്ധിപ്പിച്ചു. ആ 2016 ഞങ്ങൾക്ക് 86,000 വോട്ട് കിട്ടിയത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം 1,56,000 വോട്ടായി NDA സഖ്യത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് BJPയുടെ വോട്ട് വളർച്ച എന്ന് പറയുന്നത് നേരെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 1,55,000 വോട്ട് വിജയത്തിന് ആവശ്യമായിട്ടുള്ള ത്രികോണ മത്സരത്തിലെ 3,50,000 വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം തന്നെ സ്വാഭാവികമായിട്ടുള്ള വളർച്ച പ്രകാരം തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സഖ്യത്തിൽ ഒന്നിടപെട്ടോടെ. ഇതിൽ അനീഷിനോട് തന്നെ ചോദിച്ച് മറ്റു 2 പ്രതിനിധികളിലേക്ക് വരാം. ഇതിൽ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയുണ്ടായി, ശബരിമല വിഷയവും അയ്യപ്പനെയും ഒന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കരുത്, അത് പറഞ്ഞ് വോട്ട് ചോദിക്കരുത്, ദൈവത്തെയും മതത്തെയും ഒന്നിലും ഇടപെടുത്തേണ്ടതില്ലെന്ന്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂർ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകുകയുണ്ടായി. എന്തിനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം ലംഘിച്ചതെന്ന് ചോദിച്ചുകൊണ്ട്. വീണ്ടും ഈ വിശ്വാസവും മതവും ഉന്നയിച്ച് വോട്ട് ചോദിക്കുമ്പോഴാണോ ഈ വോട്ടിൻ്റെ ഇരട്ടിയിലേക്ക് താങ്കൾ പറഞ്ഞ കണക്കിലേക്ക് എത്തുന്നത്? ഈ ശബരിമല വിഷയം ഉന്നയിക്കാൻ പാടില്ല എന്ന് ഈ ഇടതുപക്ഷം പറയുന്നതിൻ്റെ ആ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശബരിമല വിഷയം ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശബരിമലയിൽ കോടതി വിധി നടപ്പാക്കാനെന്ന വ്യാജേന അവിശ്വാസികളെയും ആക്ടിവിസ്റ്റുകളെയും കൊണ്ടുവരാൻ വേണ്ടി ഈ സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, ഒരു സംശയവുമില്ല. ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. NDAയുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി, ഇന്നലെ പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ കൃത്യമായി ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ് എന്ന് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വാദോരാണ് ശബരിമല വിഷയത്തിൽ ഒളിച്ചോടുന്നത്. ചർച്ച നടക്കട്ടെ. ആ ഒരു വിഷയം ഉന്നയിക്കുന്നതിനെ ഇടതുമുന്നണി
അനുകൂലിക്കുന്നില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല കൂടുതൽ എന്നുള്ള വാർത്തകൾ പുറത്ത് വരികയുണ്ടായി. അതുമാത്രമല്ല, നവോത്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വനിതാ മതിലിനെ കുറിച്ചൊന്നും താങ്കൾ ഒന്നും പറയുകയും ഉണ്ടായില്ല. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ? 5 മിനിറ്റിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനാണ് താങ്കൾ എനിക്ക് സമയം തന്നത്. 5 മിനിറ്റിനകത്ത് എന്തൊക്കെ പറയണം? ഞാൻ പറയാതിരുന്നതെല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കാത്തതാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇടതുപക്ഷം ആരോടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യണം എന്ന് അജണ്ട നിശ്ചയിക്കാനുള്ള ആളുകൾ ഇടതുപക്ഷമാണോ? രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത നിർദ്ദേശം എന്തിനാ ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത്? ഇടതുപക്ഷമല്ലല്ലോ NDAയും UDFും ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയം ഉയർത്തണം എന്ന അജണ്ട നിശ്ചയിക്കേണ്ടത് LDF അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർദ്ദേശിച്ച്. ആ നിർദ്ദേശം ലംഘിച്ച് നടപ്പാക്കുന്നവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടി സ്വീകരിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് പറയട്ടെ. അനീഷ് ഒരു മാന്യത പുലർത്താം. പറഞ്ഞോളൂ. അനീഷ് ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ ഇടപെട്ടിട്ടില്ല. എനിക്ക് ഈ പണി നല്ലവണ്ണം അറിയുന്ന ഒരാളാണ്. പക്ഷെ നമ്മളൊരു മാന്യതയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള അവസരത്തെ തുടരൂ. ഇടതുപക്ഷത്തിന് ശബരിമല വിഷയം ഉന്നയിക്കുന്നതിൽ എന്താ ഭയം? നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന പ്രേരണാകുമാരി എന്ന് പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യുന്നത്. ഞങ്ങളല്ല, ഇടതുപക്ഷമല്ല, CPM അല്ല. ആ കേസിൽ ഒന്നാം എതിർകക്ഷി കേരളത്തിലെ ഗവൺമെന്റാ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഗവൺമെന്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അത് ബാധ്യതയാണ്, ഭരണഘടനാ ബാധ്യത. ഞങ്ങൾക്ക് അതിനപ്പുറം UDFും ശബരിമല വിഷയവും വിശ്വാസവും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ഇതിനെ താങ്കൾ എങ്ങനെ പറയുന്നു? അത് ആ വിഷയം പറയുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ആ വിഷയം ജനങ്ങൾക്കിടയിൽ അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡയറക്ഷൻ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാജ്യത്ത് നടന്ന കോടതി വ്യവഹാരത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു ഡിബേറ്റിനകത്ത് ഈ വിഷയത്തിൽ ഇന്നതാണ് കോടതി വ്യവഹാരം നടന്നത് എന്ന് പറയുന്നതില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ജാതിയുടെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലവിലെ ഉത്തരവ് അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമുള്ളൂ. ഇതിൽ മുകേഷ് ലാലിനോട് എനിക്ക് സൂചിപ്പിക്കുന്ന 2 കാര്യം. 2 പേരും ഒരേ തൂവൽ പക്ഷികളാണ്. റഫാൽ അഴിമതി തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ ബോർഡിൽ പോലും കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകളും ശബരിമല വിഷയത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന ആളുകളും ഒരേ തൂവൽ പക്ഷികളെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായുള്ള വികസന വിഷയങ്ങൾ കൂടുതൽ പേരും ചോദിക്കുകയുണ്ടായില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ്. എന്നിരുന്നാലും നിഷ്പക്ഷമതികളുടെ വോട്ടുകളുണ്ട്. അവർ ദേശീയ രാഷ്ട്രീയം കാണുന്നുണ്ടായിരിക്കാം, സംസ്ഥാന രാഷ്ട്രീയം കാണുന്നുണ്ടായിരിക്കാം. ഇതിലെല്ലാം ഉരുത്തിരിഞ്ഞ് ഏപ്രിൽ 23 ആർക്ക് വിധിയെഴുതുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ വികസന വിഷയങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായില്ലെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ഉള്ളിൽ ഓരോ പ്രദേശത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്നവരാണ് ശ്രീ സത്യനായാലും അനീഷ് കുമാർ ആയാലും ശ്രീകുമാർ ആയാലും. ഇവരെല്ലാം ഈ പരിധിയിൽ തന്നെ ഉള്ളവരാണ്. അവർക്ക് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് തങ്ങളുടെ പ്രതിനിധി വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് കൃത്യമായി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു 2 മിനിറ്റ് വീതം സമയമെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രതിനിധിയാണ് MP ആയി വരികയാണെങ്കിൽ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലം, നമുക്കറിയാം ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങ് പറമ്പിക്കുളം മുതൽ ഇവിടെ പറപ്പൂർ വരെ ചിതറിക്കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. എന്തായാലും പ്രാദേശികമായി നമുക്കിവിടെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധിക്കുന്ന വിഷയങ്ങളും ഈ വിഷയങ്ങളെ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് ചുരുങ്ങി 2 മിനിറ്റ് വീതം സമയമെടുത്തു എന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അതാണ്. PK ബിജു ആലത്തൂരിൻ്റെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം കടങ്ങോട് പഞ്ചായത്ത് വരെ വടക്കാഞ്ചേരി പുഴയുടെ കൈവഴിയായി വരുന്ന കനാലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 25 കോടി രൂപ നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്. അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുല്ലശ്ശേരി വരെ നീണ്ടുകിടക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലെ വികസനം, ആ വികസനം എല്ലാ വർഷവും അറ്റകുറ്റപ്പണികൾ നടത്തുന്ന
താൽക്കാലിക മുട്ടുശാന്തിക്ക് വേണ്ടിയുള്ള റോഡ് നിർമ്മാണം എന്ന നിലയിൽ നിന്ന് മാറി മിനിമം 5 വർഷം ഗ്യാരണ്ടിയോടുകൂടി ഈ നിയോജക മണ്ഡലത്തിനകത്തെ മുഴുവൻ പ്രധാനപ്പെട്ട റോഡുകളുടെയും നിർമ്മാണം BNBC മോഡലിൽ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മൂന്നാമത്തെ കാര്യം, കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് വൻകിട കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനാവില്ല. രാജ്യത്ത് കിണറുകളുടെ റീചാർജിംഗ് ഉൾപ്പെടെയുള്ള ഭൂഗർഭജല സംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം പ്രാദേശിക തലത്തിലുള്ള കൊച്ചു കൊച്ചു കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് കുടിവെള്ളത്തിന് ഇന്നനുഭവപ്പെടുന്ന അവശേഷിക്കുന്ന കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ കൂടി സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യതയുള്ള മണ്ഡലമായി ആലത്തൂരിനെ മാറ്റുക എന്നതാണ്. ആർദ്രം പദ്ധതിയിലൂടെ ഉൾപ്പെടുത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജും കുന്നംകുളം താലൂക്ക് ആശുപത്രിയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും പഴയന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും പഴഞ്ഞി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും എരുമപ്പെട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ നവീകരണത്തിനായി ഇപ്പോൾ 250 കോടിയോളം രൂപ ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന ആതുരാലയങ്ങളായി ഹൈടെക് ആശുപത്രികളാക്കി ഇവയെ മാറ്റുക. ഇവയ്ക്കാണ് ഞങ്ങൾ വികസനത്തിൽ മുൻഗണന നൽകുന്നത്. സമയപരിധിയും വെളിച്ചക്കുറവുമുണ്ട്, അതുകൊണ്ട് ചുരുക്കാൻ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. അനീഷ് കുമാർ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഇപ്പം 2 നദികളുണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന 2 നദികൾ. ആ നദികളിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികൾ വെള്ളിയാങ്കല്ല് പദ്ധതി മോഡലിൽ ഈ ഗായത്രി പുഴയിലും ഭാരതപ്പുഴയിലും അത്തരം തടയണകൾ നിർമ്മിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കുന്നതിന് പ്രാഥമികമായിട്ടുള്ള പരിഗണന BJP വിജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ റോഡ് വികസനം, കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി 35,000 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. പക്ഷെ ആ തുകയിൽ ഭൂരിഭാഗം തുകയും ലാപ്സാക്കി കളഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 300 കോടി രൂപയാണ് ഗ്രാം സഡക് യോജന പദ്ധതിക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ച തുക. കേരള സർക്കാർ ലാപ്സാക്കി കളഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ കേന്ദ്രം നൽകുന്ന റോഡ് വികസനത്തിന് വേണ്ടി നൽകുന്ന കോടിക്കണക്കിന് രൂപ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തി സമഗ്രമായിട്ടുള്ള റോഡ് വികസനം ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം പോലും ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചാൽ കൊണ്ടുവരും എന്നുള്ളതാണ് മറ്റൊരു വാഗ്ദാനം. ഇതുപോലെ ആരോഗ്യരംഗത്ത് ഇപ്പം നമ്മുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്. പക്ഷെ അടിസ്ഥാന സൗകര്യം പോലും ആ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മെഡിക്കൽ കോളേജ് എയിംസ് നിലവാരത്തിലേക്ക് ഉയർത്താൻ NDA സഖ്യം പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്നുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ വ്യവസായം, നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. പേപ്പർ വ്യവസായവും അടയ്ക്ക വ്യവസായവും എല്ലാം ഈ മണ്ഡലത്തിൽ പെടുന്നതാണ്. പക്ഷെ ഒരു സഹായവും ഇത്തരം വ്യവസായങ്ങൾക്ക് ഈ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം NDA വിജയിച്ചാൽ ഈ മണ്ഡലത്തിൽ. ശ്രീകുമാർ. കോൺഗ്രസ് ആലത്തൂരിൽ നിന്നും ജയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കേവലം ആലത്തൂർ എന്ന ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ പരിമിതി അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയ പ്രധാനപ്പെട്ട പ്രകടന പത്രിക, അതിനകത്ത് പറയുന്ന പ്രധാന കാര്യം, രാജ്യത്തെ ആരോഗ്യ പരിരക്ഷാ സംവിധാനം നിയമം മൂലം നമുക്ക് നിർബന്ധിതമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച PK ബിജുവിൻ്റെ പ്രതിനിധി പറഞ്ഞ പ്രദേശങ്ങൾ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനപ്രതിനിധിയായി ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ, ഇവിടുത്തെ കുടിവെള്ള വിഷയങ്ങളിൽ ഒന്നിലും ഇടപെടാത്ത ഒരു 10 വർഷക്കാലം, ആ 10 വർഷക്കാലത്തിന് ശാശ്വതമായ പരിഹാരം ആദ്യ 3 വർഷം തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി കണ്ടെത്തും. കരിച്ചാൽ കടവ് മുതൽ ഗോവിന്ദാപുരം വരെ നീണ്ടു കിടക്കുന്ന മുതലമടയിലെ, നിങ്ങൾ അറിയേണ്ടതുണ്ട്, മുതലമടയിലെ മാവിൻ തോട്ടത്തിൽ എൻഡോസൾഫാൻ തെളിച്ചതിൻ്റെ ഭാഗമായി ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴും 10 വർഷക്കാലത്തിനുള്ളിൽ പിറന്നു വീഴുകയാണ്. നമുക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണം. ഇനിയും കഴിഞ്ഞില്ല, ഒട്ടനവധി വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. ഗോവിന്ദാപുരത്തേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ആരോപണങ്ങൾ പറയാതെ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത്. ശ്രീകുമാർ, ആ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അതിനുള്ള ചർച്ചയിലേക്ക് ഇനി പോകാൻ നേരമില്ല. എന്താണ് താങ്കളുടെ പ്രതിനിധി വന്നാൽ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുകയും
UPA മുന്നോട്ട് വെച്ച, കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയ്ക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമായാലും, ഇവിടുത്തെ പശ്ചാത്തല വികസനമായാലും, ഇവിടുത്തെ ആരോഗ്യ വിഷയങ്ങളായാലും, വിദ്യാഭ്യാസ പ്രശ്നങ്ങളായാലും അവയിലെല്ലാം ശാശ്വത പരിഹാരം കണ്ടെത്തൂ. അതിൻ്റെ നാദി കുറിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രകടന പത്രിക. വിദ്യാഭ്യാസ വായ്പ മുഴുവൻ എഴുതിയിട്ടുള്ളൂ. കർഷകൻ വായ്പയെടുത്ത് കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ അവന് ക്രിമിനൽ കേസ് എടുക്കുന്ന ഒരു നിയമം രാജ്യത്ത് നിൽക്കുകയാണ്. UPA അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വായ്പ എഴുതി തള്ളുന്നു മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ഭക്ഷിക്കാൻ വേണ്ടി അരിയുണ്ടാക്കിയതിൻ്റെ പേരിൽ, അതിൽ നഷ്ടം പറ്റിയതിൻ്റെ പേരിൽ ക്രിമിനൽ കേസിൽ പെടുന്ന കർഷകനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ആലത്തൂരിലും ഇന്ത്യയിലും കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് സമയപരിധി ഉണ്ട്. എന്തായാലും ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രതിനിധികൾ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് മണ്ഡലത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതും പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ 3 കക്ഷികളും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഈ മണ്ഡലത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുമുണ്ട്. അവർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും നമുക്ക് ആശിക്കാം. എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ഇടതു പ്രതിനിധി ശ്രീ സത്യൻ, NDAക്ക് വേണ്ടി പങ്കെടുത്ത ശ്രീ അനീഷ് കുമാർ, UPAക്ക് വേണ്ടി UDFന് വേണ്ടി പങ്കെടുത്ത ശ്രീ CC ശ്രീകുമാർ, 3 പേർക്കും ഹൃദയം നിറഞ്ഞ അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പോരാട്ടം കുന്നംകുളത്തിൻ്റെ മണ്ണിൽ ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.